ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് UDF ആണ് ഭരണത്തിലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുമായിരുന്നു. കാരണം സ്ത്രീകൾ പടിപടിയായി ഉയർന്നു വന്ന് പഞ്ചമിയുടെ കൈക്ക് പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. പിന്നെ ടാർപ്പാലം പൊളിച്ചു കഴിഞ്ഞാൽ സമരം ഇല്ലാതാകുമെന്ന് വിളിച്ച വിട്ടികളാണ് ഈ അധികാരത്തിൽ. സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾക്ക് ഉമ്മ തന്നില്ല എന്നുള്ളതാണ് പരാതി. എന്തെല്ലാം വൃത്തികേടുകളാണ് ഇതിന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരിയാണ്, അവരുടെ അമ്മയാണ്, പെങ്ങളാണ്. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം 22ാം ദിവസവും അതിശക്തമായി തുടരുമ്പോൾ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകളുടെയും നേതാക്കളുടെയും വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP നേതൃത്വം മുതൽ മുസ്ലിം ലീഗ് വരെ കോൺഗ്രസ് നേതൃത്വവും വലിയ രീതിയിലുള്ള പിന്തുണയുമായി രംഗത്ത് വരികയാണ്. കുഞ്ഞാലിക്കുട്ടിയും അതുകൂടാതെ ശോഭാ സുരേന്ദ്രനും KS സുരേന്ദ്രനും ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ ഈ സമരപ്പന്തലിൽ എത്തി ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. അവകാശങ്ങൾ നേടിയെടുക്കാൻ മഴ പെയ്യുമ്പോൾ ഇവരുടെ എങ്ങനെയാണ് ഇത്തരം സമരങ്ങളെ അടിച്ചൊതുക്കിയല്ല അവർക്ക് രമ്യമായ അവർ സംസാരത്തിൽ ഇപ്പോ ഈ കൊലയുമൊക്കെയായി ഇവിടെ നമുക്ക് ആശമാരുടെ ജീവിത സമരം കടുത്ത മഴയിൽ തളരാതെ, വെയിലിൽ ഉരുകി തീരാതെ പ്രതിപക്ഷ നേതാവിനെ വിഷയത്തിൽ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവര് സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. സഭ സ്തംഭിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ മുൻ മന്ത്രി, ഇപ്പോഴത്തെ MLA-യുമായ ശ്രീ രമേശ് ചെന്നിത്തല സാർ ഇവിടെ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ശ്രീ സിദ്ദീഖ് MLA, എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹമാണ്. MLA-യുമായ സിദ്ദീഖ് ആദ്യമായി നിയമസഭയിൽ ആശാ വർക്കർമാരുടെ പ്രശ്നം ഉന്നയിച്ച പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി, പ്രിയപ്പെട്ട മിനി, ശൈല, ബിന്ദു, സതി ഉൾപ്പെടെയുള്ള ആശാ വർക്കർമാരായ അവരുടെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് കേരള നിയമസഭ സ്തംഭിച്ചിരിക്കുകയാണ്. സ്തംഭിക്കാനുള്ള കാരണം ആശാ വർക്കർമാരുടെ പ്രശ്നം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാക്കൂട്ടത്തിലാണ് അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചത്. ആ അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞ മന്ത്രി വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ് അവിടെ പ്രതിപാദിച്ചത്. അവർ പറയുന്നത് കേരളത്തിലെ ആശാ വർക്കർമാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനി നിങ്ങൾക്കൊന്നും തന്നില്ലെങ്കിലും കാര്യമില്ല എന്ന മട്ടിലാണ് അവർ സംസാരിക്കുന്നത്. വളരെ നിഷേധാത്മകമായ സമീപനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് UDF ആണ് ഭരണത്തിലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുമായിരുന്നു. ഇന്ന് ഈ ഗവൺമെന്റ് ഇത്രയും ദിവസം, ഇന്ന് 22ാം ദിവസം, 23ാമത്തെ ദിവസമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളെ വിളിച്ചൊരു ചർച്ച ചെയ്യാനുള്ള സാമാന്യ മര്യാദ കാണിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യമാണ്. കർണാടക ഇത്ര മോശപ്പെട്ട മന്ത്രിയാണോ? സഹോദരിയാണ്, അവരുടെ അമ്മയാണ്, പെങ്ങളാണ്. ആ സഹോദരിക്കെങ്കിലും നിങ്ങളുടെ വേദന അറിയാൻ കഴിയണ്ടേ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഐഡിയ ഏതെങ്കിലും ഒരു നമ്മൾ കയറണമെങ്കിൽ ഇവർ പറയും നമ്മൾ കയറി
അവരെ കണക്കാക്കാൻ നമ്മുടെ ഭരണകൂടത്തിൽ തീർച്ചയായിട്ടും ഇനിയും ഇപ്പോൾ ഇവിടെ വന്ന് വരുന്നൊക്കെ ചെയ്തവര് ഇനിയും വീണ്ടും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മുമ്പ് CPM തന്നെ പ്രഖ്യാപിച്ച 700 രൂപ ദിവസം കിട്ടണമെന്ന അവകാശത്തിന് വേണ്ടിയുള്ള തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക. എന്താണ് സംസ്ഥാന സർക്കാരിനെതിരായി മാത്രം സമരം? കേരളത്തിലെ വിവിധ കലാകാരന്മാർ ഉൾപ്പെടെ ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രമുഖ ചിത്രകാരന്മാർ ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ആശാവർക്കർമാർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവർ ഈ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഭരണാധികാരികളിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണനകളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും നീതി നിഷേധങ്ങളെക്കുറിച്ചും എല്ലാം തന്നെയാണ് ഈ ഒരു ചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നത്. അത്തരത്തിലാണ് നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത്. VD ദത്തൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖ കലാകാരന്മാർ ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അണിനിരന്നിരിക്കുകയാണ്. എന്തായാലും വിവിധ പശ്ചാത്തലത്തിൽ സാർ ഈ പിക്ചറിൻ്റെ പശ്ചാത്തലം എന്താണ്? അതായത് 23 ദിവസമായി കേരള മനസാക്ഷി ഈ സമരത്തോടൊപ്പമാണ്. അപ്പോൾ ഇതൊരു ട്രേഡ് യൂണിയൻ അവകാശം ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള തികച്ചും നീതിയുക്തമായ ഒരു സവിശേഷ ആവശ്യത്തോടൊപ്പം കേരളത്തിൻ്റെ ജനകീയ ആരോഗ്യ മേഖല അവിടെ ജനങ്ങൾക്ക് ഏക ആശ്രയമായി മാറിയിരിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തെ, ഈ സേവന പ്രവർത്തനത്തെ സംരക്ഷിക്കുക എന്നതുകൂടി ഒരു സാമൂഹ്യ ബാധ്യത. അപ്പോൾ ഇതിനെ ഒരു ട്രേഡ് യൂണിയൻ സമരമായി കണ്ട് ഇതിൽ നിന്ന് മുഖം തിരിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല. അത് സംഗീതത്വവും സ്വാർത്ഥതയും. അപ്പോൾ ഏറ്റവും നീതിയുക്തമായ ഈ സ്ത്രീ തൊഴിലാളി സമരത്തിൽ, കാരണം സ്ത്രീകൾ പടിപടിയായി ഉയർന്നു വന്ന് പഞ്ചമിയുടെ കൈക്ക് പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണിത്. അപ്പോൾ അത്തരമൊരു സ്ഥലത്ത് സ്ത്രീകൾ നടത്തുന്ന ഈ മുന്നേറ്റത്തോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് കലയുടെയും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും സാഹിത്യ പ്രവർത്തനത്തിൻ്റെയും ഒരു പ്രാഥമിക ബാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് കല എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ്. ചന്ദ്രകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ഒരു അടയാളം എന്ന് പറഞ്ഞാൽ മുറിവിൻ്റെ കല എന്ന് പറഞ്ഞാൽ മുറിവിൻ്റെ പാട് എന്ന് പറയുന്ന പോലെ കല അടയാളം. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ സമരത്തെ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിലേക്ക് അടയാളപ്പെടുത്തുക എന്ന ചിത്രകലയുടെ അടിസ്ഥാന ബാധ്യതയാണ്, സാംസ്കാരിക ബാധ്യതയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ദേശമംഗലം രാമകൃഷ്ണൻ സാറിൻ്റെ ഇന്നത്തെ കവിത ആശ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച് അദ്ദേഹം കവിത എഴുതുന്നു. അപ്പോൾ സച്ചിദാനന്ദൻ അടക്കമുള്ള സാംസ്കാരിക പ്രമുഖർ, കാരശ്ശേരി മാഷ അടക്കം, ജോസഫ് സി മാത്യു, KG താരെ പോലുള്ള ശാസ്ത്ര സമൂഹം, ഇവരെല്ലാം ഇതിനെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ ഇതിനെ ഒരു തരം താഴ്ന്ന രാഷ്ട്രീയ കുഴൽക്കണ്ണാടിയിലൂടെ നോക്കിക്കാണുകയും അത്തരത്തിൽ ഈ സമരത്തെ അവഹേളിക്കുകയും ചെയ്യാനുള്ള പരിശ്രമം നടക്കുമ്പോൾ ഇതിനെ ഉദാത്ത മാനവീയതയുടെ ഒരു ഉച്ചസ്ഥായിയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഇടപെടൽ സഹായിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായിട്ടുള്ള ചിത്രകാരന്മാരും ചിത്രകാരികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യം, ഇന്ന് രാവിലെ ഇത് ഉദ്ഘാടനം ചെയ്തത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടും ശ്രീ BD ദത്തൻ സാറാണ്. ദേശീയ പുരസ്കാരങ്ങളടക്കം സംസ്ഥാനത്തെ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സമുന്നത കലാകാരന്മാരിൽ ഒരാളാണ്. അദ്ദേഹം അനാരോഗ്യം അവഗണിച്ചുകൊണ്ട് ഈ
സെക്രട്ടേറിയറ്റിലെ തെരുവീതിയിൽ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ നാരായണപിള്ള, കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പളായിരുന്ന അജയകുമാർ തുടങ്ങി പ്രമുഖ കലാകാരന്മാർ, റോബർട്ട് ലോപ്പസ്, ഇവരെല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചിത്രകല അതിൻ്റെ ധർമ്മം നിർവഹിക്കുക എന്ന ആ ബാധ്യത ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നത് മാത്രമാണ്. എന്തായാലും കേരള സമൂഹത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രധാന, അതായത് കലാകാരന്മാർ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അമ്മമാർക്ക്, ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ തുറന്ന ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളും അപഹാസ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും എല്ലാം തന്നെ നേരിടുന്ന ആശാവർക്കർമാർക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്നും ലഭിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും. അതുകൂടാതെ ഈ കേരള സമൂഹത്തിൽ നിന്നും നിരവധി സന്നദ്ധ സംഘടനകൾ ഇവർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നതും. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.